എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ ഒരു ജയന്റ് കപ്പൽ കാണിക്കും. അതാണെങ്കിൽ ഇങ്ങനെ പതിയെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതിന്റെ ഉള്ളിൽ ചില മോൺസ്റ്റേഴ്സ് ആയിട്ടുള്ള പൈററ്റ്സും കൊള്ള സംഘവും. ഒരു ചോപ്പൻ മെയിൻ തലവന്റെ കയ്യിലാണ് അടുത്തൊരു ഡ്രാഗൺ ബോൾ ഉള്ളത്. നമ്മുടെ മാസ്റ്ററും മാർഷൽ ആർട്സ് മാനും കുഞ്ഞിപ്പയ്യനും അവർ 3 പേരും അവിടേക്ക് എത്തി അവനുമായിട്ട് നെഗോസിയേഷൻ സംസാരിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ആണെങ്കിൽ ഞങ്ങൾ തരാൻ തയ്യാറാണ്. ഞങ്ങൾക്ക് ആ ഡ്രാഗൺ ബോൾ അത് കിട്ടിയേ പറ്റൂ. നേതാവാണെങ്കിൽ വലിയൊരു തുക പകരമായിട്ട് ഇപ്പൊ മാസ്റ്ററിനോട് ചോദിക്കും. മാസ്റ്റർ ആണെങ്കിൽ ആളുടെ പേഴ്സ് ഒന്ന് തപ്പി നോക്കും. അതിൻ്റെ അകത്ത് ചില പേപ്പേഴ്സ് ഉണ്ട്. ആൾ ആ പേപ്പേഴ്സുമായിട്ട് ഇപ്പോൾ ആ മെയിൻ തലവന്റെ അടുത്തേക്ക് വരും. ഇത് ലക്കി കൂപ്പണാണ്, ഇത് അടിക്കുകയാണെങ്കിൽ ഒരുപാട് പ്രൈസ് കിട്ടും, മുഴുവൻ ഞാൻ നിങ്ങൾക്ക് തരാം, ആ ഡ്രാഗൺ ബോൾ എനിക്ക് തരണമെന്ന് പറയും. അത് കേട്ട് ദേഷ്യം 10 മടങ്ങായ ആ ഒരു നേതാവ് ആളാണെങ്കിൽ ദേഷ്യപ്പെട്ട് എന്നെ കളിയാക്കുകയാണ്. ഈ നെഗോസിയേഷൻ അതിവിടെ അവസാനിച്ചു കഴിഞ്ഞു, നിങ്ങളെ 3 പേരെയും ഞാൻ കൊന്നുകളയെന്ന് പറഞ്ഞ് ആളുടെ അസിസ്റ്റൻസിനോട് ഷൂട്ട് ചെയ്യാനായിട്ട് ആവശ്യപ്പെടും. അത് കേട്ട് അസിസ്റ്റൻസ് ആണെങ്കിൽ നമ്മുടെ ആൾക്കാരെ പൊച്ചറം നിർത്താതെ വെടിവെച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ കുഞ്ഞിപ്പയ്യനാണെങ്കിൽ അവന്റെ പവർ ഉപയോഗിക്കും. നേതാവും ചുറ്റുമുള്ളവരെല്ലാവരും അവന്റെ പവർ കണ്ട് 1 സെക്കൻഡ് ഫ്രീസ് ആയി പോകും. കുഞ്ഞിപ്പയ്യൻ അവന്റെ പവർ ഉപയോഗിച്ച് ബുള്ളറ്റ്സ് എല്ലാം തന്നെ സ്റ്റോപ്പ് ചെയ്ത് സ്ലോ മോഷനിൽ താഴെ ഇടുകയാണ്. അവർക്കാണെങ്കിൽ എന്ത് ചെയ്യണം എന്ത് പറയണം എന്നറിയില്ല. അടുത്ത നിമിഷം നമ്മുടെ ആൾക്കാർ ആ സോൾജിയേഴ്സിനെ തല്ലി താഴെയിട്ട് ആ കപ്പലിന്റെ ഒരു ഭാഗം തന്നെ തകർക്കുകയാണ്. ഇവിടെ ആ മെയിൻ വില്ലൻ ആണെങ്കിൽ ഇപ്പോൾ അവന്റെ ഗണ്ണ് തപ്പും. അതിപ്പോ മാർഷൽ ആർട്സ് മാന്റെ കയ്യിലാണ്. മിസ്റ്റർ റോഷി ആണെങ്കിൽ ക്യാഷ്ലായിട്ട് ചിരിച്ച് ആ ഡ്രാഗൺ ബോൾ തരാനായിട്ട് പറയും. വേറെ വഴിയില്ലാതെ ആ മെയിൻ വില്ലൻ ആണെങ്കിൽ ആ ഡ്രാഗൺ ബോൾ ഇപ്പൊ മാസ്റ്റർ റോഷിക്ക് കൊടുക്കും. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ഗോക്കു അവനാണെങ്കിൽ ഉണ്ടപ്പന്റെ പിന്നാലെ നടക്കുകയാണ്. ഉണ്ടപ്പനാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, ഓ നോ, നീ എന്തിനാ വെറുതെ എന്നെ ഫോളോ ചെയ്യണേ. ഗോക്കു പറയും, ആ ഒരു മോൺസ്റ്റർ അത് തീർച്ചയായിട്ടും നിന്നെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരും, കാരണം നിന്റെ കയ്യിൽ ആ ഡ്രാഗൺ ബോൾ ഉണ്ട്. അപ്പോൾ എനിക്ക് ആ മോൺസ്റ്ററിനെ തല്ലിക്കൊന്ന് മുട്ടപ്പനോട് അവൻ ചെയ്തതിന് പ്രതികാരം വീട്ടാനായിട്ട് കഴിയും. ആ ഉണ്ടപ്പനാണെങ്കിൽ അത് കേട്ട് ഇപ്പോ ഗോക്കുയെ അടിമുടിയോ നോക്കും. എനിക്കറിയാം നിനക്ക് ആവശ്യം എന്റെ കഴുത്തിലുള്ള ഈ ബോളാണെന്ന്, ഇതൊരു കാരണവശാലും നിനക്ക് ഞാൻ തരില്ല, നല്ല വില കൊടുത്ത് ഞാനിത് വിൽക്കും, വെറുതെ എന്നെ ഫോളോ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ സ്പീഡിൽ നടക്കും. ഗോക്കു ആണെങ്കിൽ വിട്ടുകൊടുക്കാതെ അവന്റെ പിന്നാലെ പോവാണ്. അതെ, നീ പറഞ്ഞത് ശരിയാണ്, എനിക്ക് ആ ഡ്രാഗൺ ബോൾ ആവശ്യമുണ്ട്, അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ മുട്ടപ്പന്റെ ലൈഫ് അത് തിരികെ പിടിക്കാനായിട്ട് കഴിയും. ഉണ്ടപ്പനാണെങ്കിൽ അത് കൊടുക്കാതെ ഇപ്പൊ സ്പീഡിൽ മുൻപോട്ടേക്ക് ഓടും. ഗോക്കു ആണെങ്കിൽ അവന്റെ പിന്നിൽ നിന്ന് പോവാതെ സ്പീഡങ്ങനെ കൂട്ടി അവന്റെ പിന്നാലെ ഓടിക്കൊണ്ടേയിരിക്കും. ഉണ്ടപ്പനാണെങ്കിൽ അവനെ ഡൈവേർട്ട് ചെയ്യാൻ കാട്ടിലൂടെയൊക്കെ എടുത്തു ചാടും. പക്ഷെ ഗോക്കു കട്ടയ്ക്ക് അവന്റെ പിന്നാലെ ഓടി വരികയാണ്. ഓ നോ, പയ്യൻ ഞാൻ കരുതിയതുപോലെയല്ല, അവന് ഭയങ്കര സ്പീഡാണെന്ന് പറഞ്ഞ് ഉണ്ടപ്പൻ കുറെ കൂടെ സ്പീഡിൽ ഓടും. ഗോക്കു ആണെങ്കിൽ അപ്പോഴും നിർത്താതെ പറഞ്ഞുകൊണ്ടേയിരിക്കും, എനിക്ക് ആ ഡ്രാഗൺ ബോൾ വേണം, അതുപോലെ തന്നെ മോൺസ്റ്ററിനെ തല്ലിക്കൊല്ലണം, അത് രണ്ടും നടക്കാതെ ഞാൻ ഒരിക്കലും നിന്നെ വിട്ട് പോവില്ല. കട്ട് ചെയ്ത ഇവിടെ ആ മെയിൻ മോൺസ്റ്റർ അവളാണെങ്കിൽ അങ്ങനെ ടെൻഷനായിട്ടിരിക്കുകയാണ്. അതേസമയം ആ ബീസ്റ്റ് ടീമും ആണെങ്കിൽ പരസ്പരം ഡിസ്കസ് ചെയ്യും. നമ്മളുടെ പ്ലാനുകൾ അത് ചീറ്റിപ്പോകുന്നതാണ് ബോസ് എനിക്ക് തോന്നുന്നത്. ബീസ്റ്റ് ആണെങ്കിൽ അവരെ സമാധാനിപ്പിക്കും. നമ്മൾക്കിപ്പോൾ ആവശ്യം ക്ഷമയാണ്. തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ വർക്കൗട്ട് ആവും. ഇവിടെ ആ മെയിൻ മോൺസ്റ്റർ ആണെങ്കിൽ മോൺസ്റ്ററിനെ കോണ്ടാക്ട് ചെയ്ത് ഇപ്പോൾ നമ്മുടെ ആൾക്കാരെ കുറിച്ച് അന്വേഷിക്കും. അതിനാള് പറയും, ഞാനിവിടെ എത്തി, പക്ഷെ ഇവിടെ ആരെയും കാണാനില്ല. ആ വില്ലത്തിപ്പെണ്ണാണെങ്കിൽ വീണ്ടും ആ ഒരു ഗ്ലോബ് ചെക്ക് ചെയ്യും. അതിലൂടെ ആ ഡ്രാഗൺ ബോൾ അത് മൂവ് ആവുന്ന കാര്യം അവൾ പറയാണ്. അത് നോർത്ത് ഈസ്റ്റ് സൈഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കട്ട് ചെയ്ത ഉണ്ടപ്പനും ഗോകുവും അവർ 2 പേരുമാണ് വെള്ളത്തിലൂടെ സ്വിം ചെയ്ത് നോർത്ത് ഈസ്റ്റ് സൈഡിലൂടെ അങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുന്നത്. ഗോകു ആണെങ്കിൽ ഉണ്ടപ്പനെ വിടാതെ അവന്റെ പിന്നാലെ പോവും. ഇവിടെ ചെക്കന്മാരാണെങ്കിൽ വട്ടത്തിലോടും നീളത്തിലോടും സ്ക്വയറിലോടും അവസാനം ക്ഷീണിച്ച് ഒരു ഭാഗത്ത് 2 പേരും മലന്നടിച്ച് കിടക്കും. വില്ലത്തിപ്പെണ്ണാണെങ്കിൽ അവർ സ്റ്റോപ്പായ ലൊക്കേഷൻ അത് കറക്റ്റ് ആയിട്ട് ആ മോൺസ്റ്ററിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അത് ആ മോൺസ്റ്റർ ആണെങ്കിൽ അസിസ്റ്റന്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവനിപ്പോ നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് പറന്നു പോകും. അപ്പനും ഗോക്കുവും അവർ 2 പേരും ഒരുപാട് ക്ഷീണിച്ചുകൊണ്ട് തന്നെ അവർ നദിയിലിറങ്ങി പരസ്പരം മത്സരിച്ച് മത്സ്യങ്ങൾ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരാണെങ്കിൽ വീണ്ടും മത്സരിച്ച് അവർ പിടിച്ച മത്സ്യങ്ങളെ അങ്ങനെ അകത്താക്കുകയാണ്. അതിനുശേഷം ഉണ്ടപ്പനാണെങ്കിൽ വീണ്ടും എണീറ്റ് ഉഷാറായിട്ട് ഓടും. ഗോക്കു പിന്നാലെ ഓടും. അവനാണെങ്കിൽ നദിയുടെ നടുക്കുണ്ടായിരുന്ന ഒരു പാറ തകർത്ത് വീട്ടിലേക്ക് എടുത്തു ചാടും. ട്രാപ്പ് മനസ്സിലാവാതിരുന്ന ഗോക്കു ആണെങ്കിൽ ആ ഒരു കല്ലിലേക്ക് വന്ന് വീണ് ആ കല്ല് തകർന്ന് അവൻ വെള്ളത്തിലേക്ക് വീഴാണ്. ഉണ്ടപ്പനാണെങ്കിൽ ഭയങ്കര സന്തോഷം. അതേസമയം അസിസ്റ്റന്റ് മോൺസ്റ്റർ ആണെങ്കിൽ നമ്മുടെ ആൾക്കാർ മീനിനെ ചുട്ടു നിന്ന ആ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞു. നമ്മുടെ ആൾക്കാർ വീണ്ടും മൂവ് ചെയ്തുവെന്ന് അവൻ ആ മോൺസ്റ്ററിനെ അറിയിക്കും. ഇവിടെ ഗ്ലോബില് ഉണ്ടപ്പനും ഗോക്കു മൂവ് ചെയ്യുന്ന ലൊക്കേഷൻ അത് വീണ്ടും ആ ലേഡി മാർക്ക് ചെയ്ത് മോൺസ്റ്ററിന് പറഞ്ഞു കൊടുക്കും. മോൺസ്റ്റർ ആണെങ്കിൽ അത് അവന്റെ അസിസ്റ്റന്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇവിടെ മാസ്റ്ററും ടീമും അവരാണെങ്കിൽ നടന്ന് ഇപ്പൊ അടുത്ത ഡ്രാഗൺ ബോൾ അത് ഓൾമോസ്റ്റ് കണ്ടെത്തിയിരിക്കുകയാണ്. ദൂരത്തായിട്ട് ഒരു പഴയ വീട് അത് മാസ്റ്റർ ചൂണ്ടിക്കാണിക്കും. ആ വീട്ടിലാണ് അടുത്ത ഡ്രാഗൺ ബോൾ ഉള്ളത്.
അതിന് ആ മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ ഞാനത് കളക്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ വരാമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോയി ഡോർ നോക്കിയാണ്. ഒരു ലേഡി ആണെങ്കിൽ ഇപ്പൊ ഡോർ ഓപ്പൺ ചെയ്യും. മാർഷൽ ആർട്സ് മാൻ ആ ഡ്രാഗൺ ബോളിനെ കുറിച്ച് പറയാൻ ശ്രമിക്കുമ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന ആ ആളുടെ കണ്ട് അവൻ ഞെട്ടുകയാണ്. അവർക്ക് രണ്ടുപേർക്കും പരസ്പരം അറിയാം. അവർ രണ്ടുപേരും പരസ്പരം കണ്ട് ഷോക്കായി അവരവരുടെ പേരുകൾ അത് വിളിക്കുകയാണ്. ഇവിടെ മാസ്റ്റർ ആണെങ്കിൽ ഇപ്പോ ചിന്നപ്പയ്യനോട് പറയും അവർക്ക് പരസ്പരം അറിയാം, സോ അതുകൊണ്ട് തന്നെ ഈ കുഴപ്പങ്ങളൊന്നുമില്ലാതെ നമുക്ക് ആ ഡ്രാഗൺ ബോൾ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കട്ട് ചെയ്ത ഇവിടെ ഉണ്ടപ്പൻ അവനാണെങ്കിൽ നിർത്താതെ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ വിട്ടുകൊടുക്കാതെ അവരുടെ പിന്നാലെ ഉണ്ട്. ഒക്കെ സംഭവിച്ചാലും ഞാൻ തോറ്റു മടങ്ങില്ല, അവനെ ഞാൻ പിടിക്കും, എനിക്ക് ആ ഡ്രാഗൺ ബോൾ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഓടി വരുമ്പോഴായിരിക്കും ഇവിടെ നമ്മുടെ ഉണ്ടപ്പൻ ഒരു വലിയ വണ്ടി കാണുക. അവനാണെങ്കിൽ നൈസായിട്ട് വണ്ടിയുടെ മുകളിലുള്ള പുല്ലില് അതിൽ കയറി ഹായ് ആയിട്ട് കിടക്കും. അതേസമയം ഇവിടെ ആ മാർഷൽ ആർട്സ് മാൻ അവനാണെങ്കിൽ ഓപ്പോസിറ്റുള്ള ആളെ നോക്കുകയാണ്. ആളുടെ കാലിന് ഫ്രാക്ചർ ഉണ്ട്. ആളാണെങ്കിൽ ഒരു സ്ക്രാച്ചസ് ഒക്കെ ഉപയോഗിച്ചായിരിക്കും നടക്കുക. ആളിപ്പോൾ മാർഷൽ ആർട്സ് മാനോട് പറയും ഞാൻ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും നിന്നെക്കുറിച്ച് ആലോചിക്കാറുണ്ട്. കട്ട് ചെയ്ത ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ ഒരു ഫൈറ്റിംഗ് മത്സരം. അതിൽ മാർഷൽ ആർട്സ് മാനും ഇപ്പോൾ അവൻ്റെ ഓപ്പോസിറ്റുള്ള ആ ഒരാളും അവർ രണ്ടുപേരും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ നീ പഞ്ച് ചെയ്ത് അവനെ തോൽപ്പിച്ച് കഴിഞ്ഞു. റഫറി ആണെങ്കിൽ നീ ജയിച്ചു എന്ന് പറഞ്ഞിട്ട് പോലും മാർഷൽ ആർട്സ് മാൻ റഫറിയെ തള്ളി മാറ്റി അവൻ്റെ കാല് അതങ്ങനെ ചവിട്ടി ഒട്ടിക്കുകയാണ്. കട്ട് ചെയ്ത പ്രസന്റ് കാണിക്കും. അവനാണെങ്കിൽ ഒരുപാട് ദേഷ്യത്തോടും വിഷമത്തോടും കൂടെ മാർഷൽ മാനോട് പറയും ഞാൻ ആ മത്സരത്തിന് ശേഷം ഹോസ്പിറ്റലൈസ്ഡായി 13 എല്ലുകളാണ് എനിക്ക് പൊട്ടിയത്. 2 വർഷം ഞാൻ ഹോസ്പിറ്റലിൽ കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോ ഈ ഒരു വടിയോട് കൂടെയാണ് ഞാൻ നടക്കുന്നത്. കട്ട് ചെയ്ത ഇവിടെ അവന്റെ വൈഫാണെങ്കിൽ ഇപ്പൊ ആരെയൊക്കെ കോൾ ചെയ്ത് ഇൻഫോം ചെയ്ത് അവിടേക്ക് വരുത്തുകയാണ്. നമ്മുടെ മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ അവനോട് റിക്വസ്റ്റ് ചെയ്യും ദയവ് ചെയ്ത് പഴയ വിരോധമൊന്നും മനസ്സിൽ വെച്ച് എന്നോട് പെരുമാറാനായിട്ട് പാടില്ല. ഞാനിപ്പോ ആ പഴയ മാർഷൽ ആർട്സ് മാൻ അല്ല, എല്ലാ തെറ്റുകളും തിരിച്ചറിഞ്ഞ ഒരു പുതിയ ആളാണ്. ഇപ്പോൾ ഒരു മിഷനിലാണ്. അത് കംപ്ലീറ്റ് ആയതിനു ശേഷം എന്ത് പണിഷ്മെന്റ് ഏറ്റുവാങ്ങാനും ഞാൻ തയ്യാറാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു ഡ്രാഗൺ ബോൾ ഉണ്ട്, അതെനിക്ക് തരണം. അവനാണെങ്കിൽ വണ്ടർ അടിക്കും. ഡ്രാഗൺ ബോളോ അങ്ങനെയൊന്നും ഇവിടെ ഇല്ല, ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ നിനക്ക് തരില്ല എന്ന് പറഞ്ഞ് ഗണ്ണെടുത്ത് അവർ നേരെ പോയിന്റ് ചെയ്യാണ്. ദൂരത്തായിട്ട് നമ്മുടെ അപ്പാപ്പനും പയ്യനും അവരാണെങ്കിൽ ഒരുപാട് നേരമായി വെയിറ്റ് ചെയ്തിട്ടും നമ്മുടെ മാർഷൽ ആർട്സ് മാനെ പുറത്തേക്ക് കാണുന്നില്ല. അടുത്ത നിമിഷം ഒരു ഇറ്റാലിയൻ ഓഫീസേഴ്സ് ഒരുപാട് വണ്ടികളിൽ വീടിന് മുൻപിൽ വന്നിറങ്ങും. അതിനുശേഷം അവരെല്ലാവരും ഇപ്പൊ മാർഷൽ ആർട്സ് മാനെ ഗൺ പോയിന്റിൽ നിർത്തുകയാണ്. നിങ്ങളുടെ പേരിൽ കൊലക്കുറ്റമുണ്ട്, നിങ്ങൾ അറസ്റ്റ് ചെയ്യാനാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് വിശ്വസിക്കണം, അത് ചെയ്തത് ഞാനല്ല. പക്ഷെ അവരാണെങ്കിൽ ഇത് തയ്യാറാവാതെ ഇപ്പൊ മാർഷൽ ആർട്സ് മാനെ ലോക്ക് ചെയ്യാണ്. ആളാണെങ്കിൽ ഒരു സോൾജിയറിനെ അറ്റാക്ക് ചെയ്യും. അവരാണെങ്കിൽ ഷൂട്ട് ചെയ്യാനായിട്ട് ടഗറ് വലിക്കാൻ തുടങ്ങുന്ന അതേ സമയം മാസ്റ്റർ റോഷി ആൾ അവിടേക്ക് കടന്നു വരികയാണ്. നിർത്തിടാ നിങ്ങൾ, സ്റ്റോപ്പ് ദ ഫക്ക്. ഒരു സോൾജിയർ ആണെങ്കിൽ സ്റ്റാർ ആണെന്ന് മനസ്സിലാക്കാതെ ഇപ്പോൾ ആളുടെ തലയിൽ ഗൺ വെക്കും. മറ്റൊരു സോൾജിയർ ആണെങ്കിൽ ഇപ്പോൾ അവനോട് ദേഷ്യപ്പെടും. ഓ നോ, നിനക്കിത് ആരാണെന്ന് മനസ്സിലായില്ലേ? മാസ്റ്റർ റോഷിയാണ്. ഒരു കാരണവശാലും അദ്ദേഹത്തിന്റെ തലയിൽ ഗൺ പോയിന്റ് ചെയ്യാൻ പാടില്ല. മാസ്റ്റർ ആണെങ്കിൽ അവരോട് പറയും മാർഷൽ ആർട്സ് മാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ അവനൊരിക്കലും ആരെയും കൊന്നിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞങ്ങൾ അത്യാവശ്യമായിട്ട് ഒരു മിഷനിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഡ്രാഗൺ ബോൾ അത് അവന്റെ കയ്യിലാണെന്ന് പറയും. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ ഇപ്പോൾ അവന്റെ കാലിൽ വീണ് ബെഗ് ചെയ്യും ദയവ് ചെയ്ത് ഡ്രാഗൺ ബോൾ നീ എനിക്ക് തരണം, ഞാൻ ചെയ്ത എല്ലാ തെറ്റുകളും നീ എന്നോട് പൊറുക്കണം. അത് കേട്ട് അവന്റെ മനസ്സലിഞ്ഞ് അവൻ ആ ഡ്രാഗൺ ബോൾ കാണിച്ചു കൊടുക്കും. ആ ഡ്രാഗൺ ബോൾ ഉള്ളത് എൻ്റെ കുഞ്ഞിന്റെ കൈകളിലാണ്. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ഉണ്ടപ്പൻ അവനാണെങ്കിൽ ആ ഒരു ഉന്തുവണ്ടിയിൽ കിടന്ന് ഹായ് ആയിട്ട് ഉറങ്ങുകയാണ്. അടുത്ത നിമിഷം വലിയൊരു പവർ ഇവിടേക്ക് വന്ന് ആ ഒരു വണ്ടി മുഴുവനായിട്ടും തകർത്തില്ലാതാക്കും. പവർ അവിടേക്ക് എറിഞ്ഞത് പവർ ഉപയോഗിച്ചത് മറ്റാരുമല്ല ആ അസിസ്റ്റന്റ് മോൺസ്റ്റർ. ആളാണെങ്കിൽ ഇപ്പോ ആ വണ്ടിക്കാരന്റെ അടുത്തേക്ക് വരും. ഹേയ് കിളവ, സത്യം പറയ്, നീയാണോ എന്റെ ബ്രദറിനെ കൊന്നത്? പാപ്പനാണെങ്കിൽ അത് കേട്ട് പേടിക്കും. അതേസമയം ഇവിടെ നമ്മുടെ ഉണ്ടപ്പൻ അവനാണെങ്കിൽ ആ മോൺസ്റ്ററിനെ കാണും. ഓ നോ, ഗോക്കു പറഞ്ഞത് ശരിയാണ്. കഴുത്തിൽ കിടക്കുന്ന ഈ ബോൾ അന്വേഷിച്ചിട്ടാണെന്ന് തോന്നുന്നു ഈ മോൺസ്റ്റർ ഇവിടേക്ക് വന്നത്. ആ മോൺസ്റ്റർ ആണെങ്കിൽ ഇപ്പോൾ ഉണ്ടപ്പനെ കാണും. അവന്റെ കഴുത്തിൽ കിടക്കുന്ന ആ ഡ്രാഗൺ ബോൾ കണ്ട് ഇപ്പോൾ ഉണ്ടപ്പന്റെ അടുത്തേക്ക് വരും. പക്ഷെ അപ്പോഴായിരിക്കും മറ്റൊരു ട്വിസ്റ്റ്. നമ്മുടെ ഗോക്കു അവനാണെങ്കിൽ ഉച്ചത്തിൽ നിലവിളിച്ച് ദൂരത്തുനിന്നായിട്ട് ഓടി വരികയാണ്. ഗോകുവിനെ കണ്ട് ഇവിടെ ആ മോൺസ്റ്റർ ഡബിൾ ഷോക്ക്. നോ, നിന്നെ ഞാൻ കൊന്നു കളഞ്ഞതല്ലേ, നീ വീണ്ടും തിരികെ എത്തിയോ? അതിന് ഗോക്കു പറയും നിന്നെ ഞാൻ വെറുതെ വിടില്ല. മൊട്ടപ്പനെ ഇല്ലാതാക്കിയതിൽ, നിംബസിനെ തകർത്ത് കളഞ്ഞതിൽ, അങ്ങനെയെല്ലാം എനിക്ക് നിന്നോട് ഒരുപാട് ദേഷ്യവും പകയുണ്ട്. നിന്നെ ഞാൻ തന്നെ തല്ലിക്കൊല്ലും. ഉണ്ടപ്പം പറയും ഒരു കാരണവശാലും നീയല്ല, ഞാനായിരിക്കും ഇവന്റെ കൂടെ ഫൈറ്റ് ചെയ്യുക. ഇവൻ എന്നോട് ഫൈറ്റ് ചെയ്യാനാണ് ഇവിടേക്ക് വന്നത്. ആ ഒരു മോൺസ്റ്ററിനെ കൊന്നു തിന്നതുപോലെ ഞാൻ ഇവനെയും കൊന്നു തിന്നും. ഇവിടെ മോൺസ്റ്ററിന് മനസ്സിലാവും അവന്റെ ബ്രദറിനെ കൊന്നത് ഉണ്ടപ്പനാണെന്ന്. ആ കാര്യം മനസ്സിലാക്കി ഉണ്ടപ്പനെ തുറച്ചു നോക്കിയതിന് ശേഷം ഗോകുവിനോട് പറയും ലാസ്റ്റ് ടൈം ഉണ്ടായ ഫൈറ്റിൽ നിനക്കെന്നെ ഒന്ന് തൊടാൻ പോലും കഴിഞ്ഞില്ല. പിന്നെ ഗോകു ആണെങ്കിൽ വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് അവനോട് അടിച്ചു പറയും അപ്പൊ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു, ഞാൻ ടയേർഡായിരുന്നു, പക്ഷെ ഇപ്പൊ എനിക്ക് യാതൊരു കുഴപ്പമില്ല. എന്റെ ബ്രദറിനെ കൊന്നതിന് ഞാൻ നിന്നോട് പകരം വീട്ടു എന്ന് പറഞ്ഞ് ഗോകു അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.